Good morning, students. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കാണ് ഡിഫറൻസ് ബിറ്റ്വീൻ പേഴ്സണൽ മാനേജ്മെൻറ്റ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് അല്ലേ. പേഴ്സണൽ മാനേജ്മെൻറ്റും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ്. ഇപ്പം നിങ്ങൾ വിചാരിക്കുക എന്തായാലും ഇത്ര ഡിഫറൻസ് ഉണ്ടോയെന്ന് അല്ലേ. പേഴ്സണൽ മാനേജ്മെൻറ്റും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റും എൻറ്റയർലി ഡിഫറെൻറ്റ് ആണ്. അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ആ ഡിഫറൻസ്. അതായത് കുറച്ചുകൂടെ ബാക്കിലുള്ള കുറച്ച് ഇയേഴ്സ് ബാക്കിൽ പേഴ്സണൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിനെ തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടെ സ്ട്രാറ്റജിക് ആയിട്ട് മൂവ്മെൻറ്റ് വന്ന സമയത്താണ് പേഴ്സണൽ മാനേജ്മെൻറ്റ് അല്ല, നൗ ഇറ്റ്സ് എ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറയാൻ തുടങ്ങിയത്. അപ്പോൾ കുറേ വർഷങ്ങൾക്ക് ബാക്കിലുള്ള ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു പേപ്പറൊന്നും പഠിച്ചിട്ടില്ല. പേഴ്സണൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ പേപ്പറിൻ്റെ പേര് തന്നെ. പിന്നീടാണ് സ്ട്രാറ്റജിക് മൂവ്മെൻറ്റ് സൈഡിലോട്ട് വന്ന സമയത്താണ് ഇത് നൗ ഇറ്റ്സ് നോൺ ആസ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. നെക്സ്റ്റ് നമുക്ക് പേഴ്സണൽ മാനേജ്മെൻറ്റ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ മീനിങ് ഒന്നോടെ നോക്കാം. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. നമുക്കിനി പേഴ്സണൽ മാനേജ്മെൻറ്റിൻ്റെ മീനിങ് ഒന്ന് നോക്കാം. പേഴ്സണൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. പേഴ്സണൽ മാനേജ്മെൻറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ആൻ administrative specialization. It is an administrative specialization ആണ്. Here we are giving an importance to administration. അതായത് ഒരു എംപ്ലോയിനെ നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ മാത്രമാണ് നമ്മളിവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുള്ളൂ. അയാൾ റിക്രൂട്ട് ചെയ്യുക, അയാൾക്ക് വേണ്ട ട്രെയിനിങ്ങോ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അയാൾ അവിടെ എങ്ങനെ പെർഫോം ചെയ്യുന്നുണ്ടായിരിക്കും. അയാൾക്ക് അല്ലാണ്ട് കൂടുതലായിട്ടുള്ള എഫക്റ്റീവായിട്ടോ എഫിഷ്യൻ്റായിട്ടോ ഒന്നും വർക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ലായിരിക്കും, പ്രൊവൈഡ് ഉണ്ടായിരിക്കില്ല. അതാണ് പേഴ്സണൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. പേഴ്സണൽ മാനേജ്മെൻറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ആൻ അഡ്മിനിസ്ട്രേറ്റീവ് സ്പെഷ്യലൈസേഷൻ ആണ്. ദാറ്റ് ഫോക്കസ് ഓൺ എന്തിനാണ് ഫോക്കസ് ചെയ്യുന്നത്? ഹയറിങ് ആൻഡ് ഡെവലപ്പിംഗ് എംപ്ലോയീസിനെ ഹയർ ചെയ്യാനും അതുപോലെ ഡെവലപ്പ് ചെയ്യാനൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. മോർ വാല്യബിൾ ടു ദി കമ്പനി. അതായത് അയാൾ ആ കമ്പനിയിലോട്ട് കുറേ എന്ത് ചെയ്യുന്ന പ്രൊഡക്ഷൻ ചെയ്യുക, അയാൾ കമ്പനിയുടെ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യിക്കുക, അത്രയൊക്കെ തന്നെയായിരിക്കും പേഴ്സണൽ മാനേജ്മെൻറ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുകയുള്ളൂ. അല്ലാണ്ട് കമ്പനീൻ്റെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടോ ഒന്നും എന്ത് ചെയ്യുന്നുണ്ടായിരിക്കില്ല, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടായിരിക്കില്ല. അതാണ് പേഴ്സണൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ കൺസിഡേർഡ് ആസ് ടു സബ് കാറ്റഗറി ഓഫ് എ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ ഒരു സബ് കാറ്റഗറി തന്നെയാണ് എന്തെന്ന് പറയുന്നത്, പേഴ്സണൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. പേഴ്സണൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ ഒരു സബ് കാറ്റഗറി തന്നെയാണ് പേഴ്സണൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഇൻറ്റഗ്രേറ്റ് പേഴ്സണൽ ഫങ്ഷൻസ് ആസ് വെൽ ആസ് വേരിയസ് ആക്ടിവിറ്റീസ് ഡിസൈൻഡ് ടു എൻഹാൻസ് എംപ്ലോയീസ് ആൻഡ് ഓർഗനൈസേഷണൽ എഫിഷ്യൻസി ആൻഡ് പ്രൊഡക്ടിവിറ്റി. അതോടൊപ്പം എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്, പേഴ്സണൽ ഫങ്ഷൻസിനെ അതോടൊപ്പം വേരിയസ് ആക്ടിവിറ്റീസിനെ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ഡിസൈൻ ടു എൻഹാൻസ് എംപ്ലോയീസ് ആൻഡ് ഓർഗനൈസേഷണൽ എഫിഷ്യൻസി. എംപ്ലോയീൻ്റെ അതുപോലെ എംപ്ലോയീസിൻ്റെയും അതുപോലെ ഓർഗനൈസേഷനിൻ്റെ എഫിഷ്യൻസിയും പ്രോഡക്റ്റിവിറ്റിയും വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ HR മാനേജ്മെൻറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഓറെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും പേഴ്സണൽ ഫങ്ഷൻസ് ആസ് വെൽ ആസ് വേരിയസ് ആക്ടിവിറ്റീസ്. അതായത് ഒരു എംപ്ലോയീൻ്റെയും അതോടൊപ്പം ഓർഗനൈസേഷൻ്റെയും എഫിഷ്യൻസി വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങളോടെ ആര് ചെയ്യുന്നുണ്ടായിരിക്കും, ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻ്റെ കൂടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻ്റ് ആണ് ചെയ്യുന്നുണ്ടായിരിക്കും. ബട്ട് ഒരു പേഴ്സണൽ മാനേജ്മെൻ്റ് ആണ് എന്ത് മാത്രമേ ചെയ്യുള്ളൂ, ഒരാളെ റിക്രൂട്ട് ചെയ്യുക, അങ്ങനെയുള്ള കുറേ ഒരു പേഴ്സണൽ മാനേജ്മെൻറ്റിന് കുറച്ച് ഡ്യൂട്ടീസ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു കാര്യങ്ങൾ മാത്രമായിരിക്കും അവർ ചെയ്യുന്നുള്ളൂ. അല്ലാണ്ട് ഒരു എംപ്ലോയീസിൻ്റെ പ്രോഡക്റ്റിവിറ്റിയോ എഫിഷ്യൻസി ഒന്നും കൂട്ടാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും. അതാണ് മേജർ ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ പേഴ്സണൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ ഒരു സബ് കാറ്റഗറി മാത്രമേ ആവുന്നുള്ളൂ. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വൈഡ് ആണ്. ഹിയർ വി ആർ കൺസിഡേർഡ് ആസ് എ അസറ്റ്. ഒരു ഹ്യൂമൻ റിസോഴ്സിനെ ഒരു അസറ്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ബട്ട് ഒരു ടൂളായിട്ടാണ് എവിടെ കൺസിഡർ ചെയ്യുന്നത്,
പേഴ്സണൽ മാനേജ്മെൻറ്റിൽ കൺസിഡർ ചെയ്യുന്നത്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൽ നമ്മളൊരു അസറ്റായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. നമുക്കറിയാം നമ്മുടെ വീട്ടിലൊരു അസറ്റ് ഉണ്ടെങ്കിൽ പുതിയതായിട്ട് നമ്മൾ വാങ്ങിയതാണെങ്കിലും ഇനി ഓൾറെഡി ഉള്ളതാണെങ്കിലും ഒരു അസറ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, വാല്യുബിൾ ആയിട്ടുള്ള ഒരു അസറ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് ഇങ്ങനെ, ഫോർ എക്സാമ്പിൾ ഗോൾഡ്, നമ്മുടെ കയ്യിൽ ഒരു ഗോൾഡ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് നോക്കി കൊണ്ടു നടക്കും അല്ലേ. അപ്പം നമ്മൾ ഇനി നിങ്ങളുടെ അടുത്ത് വെറുതെ ഒരു ടൂൾ എന്തെങ്കിലും ആണെന്ന് വിചാരിക്കുക, അതിനെ അത്രയും വാല്യുബിൾ ആയിട്ട് നിങ്ങൾ നോക്കുക, അത് എവിടെയെങ്കിലുമൊക്കെ ഇട്ടിട്ടുണ്ടായിരിക്കും. ദാറ്റ്സ് എ ഡിഫറൻസ് ബിറ്റ്വീൻ പേഴ്സണൽ മാനേജ്മെന്റ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. പേഴ്സണൽ മാനേജ്മെന്റ് ആണ് വളരെ കൃത്യമായിട്ട് പേഴ്സണൽ മാനേജ്മെന്റ് ജസ്റ്റ് ഒരാളെ അപ്പോയിൻമെന്റ് ചെയ്ത് അയാൾക്ക് സാലറി കൊടുത്ത് ട്രെയിനിങ് വേണമെങ്കിൽ കൊടുത്ത് അങ്ങനെ അങ്ങ് പോകുന്നുണ്ടായിരിക്കും. ബട്ട് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ് വൈഡ് ആണ്, അയാളുടെ എഫിഷ്യൻസിയും ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ള ആക്ടിവിറ്റീസും ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കും ആര്, നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. അതായത് ദേ ആർ പ്രൊവൈഡിങ് അഡ്മിനിസ്ട്രേറ്റീവ് പ്രോഗ്രാമിൻ്റെ ഒപ്പം തന്നെ എന്താണ് സേഫ്റ്റി പ്രോഗ്രാംസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും, പബ്ലിക്കലി റെപ്രസെൻറ്റിങ് കമ്പനീനെ ചെയ്യുന്നുണ്ടായിരിക്കും, അതുപോലെ ലീഗൽ കംപ്ലയിൻസും അതുപോലെ ഫെഡറൽ ലോസും ഇതൊക്കെ ആര് ചെയ്യുന്നുണ്ടായിരിക്കും, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ചെയ്യുന്നത്. ആക്ച്വലി ഒരു എംപ്ലോയീസിൻ്റെ എല്ലാ സൈഡിൽ നിന്നുള്ള കാര്യങ്ങൾ ആര് ചെയ്യുന്നുണ്ടായിരിക്കും, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ചെയ്യുന്നുണ്ടായിരുന്നു. റണ്ണിങ് സേഫ്റ്റ്ലി ആയിട്ട് വളരെ സേഫ്റ്റി ആയിട്ടായിരിക്കും നടത്തുന്നത്. അതായത് സേഫ്റ്റി പ്രോഗ്രാംസ് ഒക്കെ ചെയ്യും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കുറേ ഇയേഴ്സിൽ ബാക്കിൽ നോക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ കമ്പനിയിലോ അല്ലെങ്കിൽ അത്ര ഒരുവിധ കമ്പനികളൊന്നും എന്തുണ്ടായിരുന്നില്ല, സേഫ്റ്റി മെഷീനറീസോ എക്യുപ്മെന്റ്സ് ഒന്നും ഉണ്ടായിരുന്നു. നൗഡേയ്സ് നമുക്കറിയാം ഒരു സാങ്ഷൻ കിട്ടണമെങ്കിൽ തന്നെ, നമുക്കൊരു കമ്പനീൻ്റെ സാങ്ഷൻ കിട്ടണമെങ്കിൽ തന്നെ എന്ത് ചെയ്യണം, നമ്മളവിടെ സേഫ്റ്റി കാര്യങ്ങളൊക്കെ ബിൽഡിങ്ങിലും പ്ലാന്റിലും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ദാറ്റ്സ് എ ഡിഫറൻസ് ബിറ്റ്വീൻ. അപ്പോൾ കുറേ വർഷങ്ങൾക്ക് ബാക്കിലാണ് നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് പേഴ്സണൽ മാനേജ്മെന്റ് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. നൗഡേയ്സ് ഇറ്റ് ഈസ് നോൺ ആസ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന കോൺസെപ്റ്റിലോട്ട് എത്തിയപ്പോൾ ഒരു എംപ്ലോയി എന്ന് പറയുന്ന ഒരു ടൂളൊന്നും അല്ല, ഇറ്റ്സ് കൺസിഡേർഡ് ആസ് എ അസറ്റ്. ഇനി നമുക്ക് അതിൻ്റെ തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ, വാട്ട് ആർ ദി ഡിഫറൻസ് എന്ന് നോക്കാം. on a basis for a comparison നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം പേഴ്സണൽ മാനേജ്മെന്റ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. മീനിങ് വൈസ് നോക്കുകയാണെങ്കിൽ ദി ആസ്പെക്ട്സ് ഓഫ് മാനേജ്മെന്റ് ദാറ്റ് ഈസ് കൺസേൺഡ് വിത്ത് വർക്ക് ഫോഴ്സ് ആൻഡ് റിലേഷൻഷിപ്പ് വിത്ത് എൻറ്റിറ്റീസ് നോൺ ആസ് പേഴ്സണൽ മാനേജ്മെന്റ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്പുറം പറഞ്ഞ ഡെഫിനിഷൻ വേണമെങ്കിലും നോക്കാം. ദി മാനേജ്മെന്റിന്റെ ഒരു ആസ്പെക്ട്സ് ഒരു പാർട്ട് മാത്രമാണ് കൺസേൺഡ് വിത്ത് വർക്ക് ഫോഴ്സ്. വർക്ക് ഫോഴ്സ് മീൻസ് എന്താണ്, എംപ്ലോയീസ് വിത്ത് ദെയർ റിലേഷൻഷിപ്പ് വിത്ത് ദി എൻറ്റിറ്റീസ് നോൺ ആസ് പേഴ്സണൽ മാനേജ്മെന്റ്. അതായത് ഓർഗനൈസേഷനുമായിട്ട് ഓർഗനൈസേഷനെ എംപ്ലോയീസിനെ കൂടെ കൂട്ടിപ്പിടിച്ച് അങ്ങനെ കൊണ്ടുപോകുന്നൊന്നും മാത്രമാവുന്നുള്ളൂ പേഴ്സണൽ മാനേജ്മെന്റ്. കൺസേൺഡ് വിത്ത് ദി വർക്ക് ഫോഴ്സ്, ഇത്രയും പഠിച്ചാലും മതി. Okay, the aspects of management is concerned with the workforce. Their relationship with the entity is known as റിലേഷൻഷിപ്പ്. വർക്ക് ഫോഴ്സ് മാത്രമായ എന്താവില്ല, ഒരു കുറേ ആളുകളായ എന്തും ആവില്ല, ഒരു എംപ്ലോയീസ് ആവില്ല. അവർ ആ ഒരു ഓർഗനൈസേഷനായിട്ടൊരു എംപ്ലോയി എന്ന് പറയുന്ന ഒരു റിലേഷൻഷിപ്പ് കൂട്ടിപ്പിടിച്ച് അങ്ങനെ പോകുന്നുണ്ടായിരിക്കും. അല്ലാതെ അവരുടെ എഫിഷ്യൻസിയോ പ്രൊഡക്ടിവിറ്റി ഒന്നും ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരിക്കില്ല. അതാണ് നമ്മുടെ പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് മാനേജ്മെന്റ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ബ്രാഞ്ച് ഓഫ് മാനേജ്മെന്റിന്റെ ഒരു ബ്രാഞ്ച് തന്നെയാണ്. ദാറ്റ് ഫോക്കസ് മോസ്റ്റ് എഫക്റ്റീവ് യൂസ് ഓഫ് manpower in the entity of an entity to achieve organizational goals and also human resource management. അതായത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ത് ചെയ്യുന്നു, ബ്രാഞ്ച് ഓഫ് മാനേജ്മെന്റ് ആണ്. ഇറ്റ്സ് ഫോക്കസ് ഓൺ മോസ്റ്റ് എഫക്റ്റീവ് യൂസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ്. ഹ്യൂമൻ റിസോഴ്സിനെ ഏറ്റവും എഫക്റ്റീവായ രീതിയിൽ എന്ത് ചെയ്യുന്നു, യൂട്ടിലൈസ് ചെയ്യുന്നു ടു അച്ചീവ് ദി ഓർഗനൈസേഷണൽ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഓർഗനൈസേഷണൽ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഏറ്റവും ബെറ്റർ ആയ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ഹ്യൂമൻ റിസോഴ്സിനെ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇനി നിങ്ങൾക്ക് മീനിങ് നിങ്ങൾ ആദ്യം പഠിച്ച ഡെഫിനിഷൻ തന്നെ ഇവിടെ ഒന്ന് കൊടുത്താലും മതി. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അതിൻ്റെ ഡെഫിനിഷനും പേഴ്സണൽ മാനേജ്മെന്റിന് ഇറ്റ്സ് റിലേറ്റഡ് വിത്ത് അഡ്മിനിസ്ട്രേറ്റീവ് സ്പെഷ്യലൈസേഷൻ എന്ന് കൊടുത്താലും മതി മീനിങ്. ഓക്കെ, അടുത്തത് അപ്രോച്ച്. ഇറ്റ് ഈസ് എ ട്രഡീഷണൽ അപ്രോച്ചാണ്, മോഡേൺ അപ്രോച്ചാണ്. അപ്പോൾ പേഴ്സണൽ മാനേജ്മെന്റ് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു കുറേ വർഷങ്ങൾക്ക് ബാക്കിൽ ഉപയോഗിച്ചിരുന്ന ഒരു കോൺസെപ്റ്റാണ് പേഴ്സണൽ മാനേജ്മെന്റ്. നൗ ഇറ്റ്സ് മോഡേൺ കോൺസെപ്റ്റാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്.
ട്രീറ്റ്മെന്റ് ഓഫ് മാൻ പവറിനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്? ഇറ്റ്സ് എ മിഷനറീസ് ഓർ എ മിഷൻസ് ഓർ എ ടൂൾസ്. ഇവിടെ ഹിയർ വി ആർ കൺസിഡേർഡ് ആസ് എ ഹ്യൂമൻ റിസോഴ്സ് ആസ് എ ടൂൾ. ഒരു ടൂളായിട്ട് മാത്രമാണ് കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഒരു മിഷനറീസും ആയിട്ട് മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. ഹിയർ വി ആർ കൺസിഡറിങ് ആസ് എ അസെറ്റ്. ഇവിടെ നമ്മളൊരു അസറ്റായിട്ട് ഹ്യൂമൻ റിസോഴ്സിനെ ഒരു അസറ്റായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. എവിടെ? ഹ്യൂമൻ റിസോഴ്സ് അല്ലെ. ഒരു അസറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നശിപ്പിക്കുകയോ ഇല്ല. അത് എത്ര യൂസ് ചെയ്താലും നമ്മൾ എന്ത് ചെയ്യും? മെയിൻറ്റെയിൻ ചെയ്ത്, നമുക്കറിയാം നമ്മുടെ വീട്ടിലുള്ള ചെറിയൊരു അസറ്റ് എടുത്താലും എന്ത് ചെയ്യും? നമ്മുടെ സ്വന്തമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അത് അത്ര പ്രോപ്പറായിട്ട് കൊണ്ടു നടക്കും അല്ലേ. ഈവൻ നമ്മുടെ വീട്ടിൽ ഏതൊരു ചെറിയ സാധനം എടുത്ത് നോക്കിയാലും അറിയാം അസറ്റ് ആണ്. ഇനി നമ്മളൊരു ടൂൾസോ ഒരു മെഷീനറീസും ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? അത്രയും ഒന്നും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഹിയർ വി ആർ കൺസിഡേർഡ് ആസ് എ ടൂൾസ് ഓർ മെഷീനറീസ്. ഹിയർ വി ആർ കൺസിഡേർഡ് ആസ് എ അസറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ. Then basis of pay, job evaluation. നമ്മൾ ജോബിനെ ഇവാലുവേറ്റ് ചെയ്തിട്ടായിരിക്കും എംപ്ലോയീസിന് പേഴ്സണൽ മാനേജ്മെൻറ്റിന് നമ്മൾ സാലറി ഒക്കെ കൊടുത്തിരുന്നത്. ബട്ട് ഹിയർ വി ആർ പെർഫോമൻസ് ഇവാലുവേഷൻ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ പെർഫോമൻസും കൂടെ ഇവാലുവേറ്റ് ചെയ്തിട്ടായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് പെർഫോമൻസിൻ്റെ ബേസിലായിരിക്കും നൗ ഡേയ്സ് ഒക്കെ എന്ത് ചെയ്യുന്നു? കുറേ കമ്പനീസൊക്കെ എന്ത് ചെയ്യുന്നത്? പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ. ഓൺ ദി ബേസിസ് ഓഫ് പെർഫോമൻസ് ദേ ആർ ഗിവിങ് സാലറീസ്. ഓക്കെ. മാനേജ്മെന്റ് റോൾ, ട്രാൻസാക്ഷണൽ റോൾ, ട്രാൻസ്ഫോർമേഷണൽ റോൾ. ഓൺലി ഹിയർ പേഴ്സണൽ മാനേജ്മെന്റിൽ എന്ത് ചെയ്യുക? സാലറി കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ. അതായത് ഒരു ട്രാൻസാക്ഷണൽ റോൾ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരാളെ അപ്പോയിൻമെന്റ് ചെയ്യുക, അയാൾക്ക് സാലറി കൊടുക്കുക, അത്രയൊക്കെ തന്നെ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് കൊടുക്കുക, അത്രയൊക്കെ തന്നെ ഉള്ളൂ. ആ ഒരു പറഞ്ഞിരിക്കുന്ന ട്രാൻസാക്ഷണൽ റോൾ മാത്രമേ ഉള്ളൂ. ട്രാൻസ്ഫോമറൽ റോൾ പക്ഷെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ എങ്ങനെയാണ് ട്രാൻസ്ഫോം? അതായത് ഒരു എംപ്ലോയിനെ, ഇപ്പോൾ ഒരു എബിലിറ്റി ഇല്ലാത്ത ഒരു എംപ്ലോയി ആണ്, അല്ലെങ്കിൽ കപ്പാസിറ്റി കുറവുള്ള ഒരു എംപ്ലോയി ആണ്, അയാൾ എന്ത് ചെയ്യുന്നു? ട്രാൻസ്ഫോം ചെയ്യുന്നു. അയാൾ ഒരു കപ്പാസിറ്റി ഉള്ള ഒരു പേഴ്സൺ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? മാറ്റിയെടുക്കുന്നു ത്രൂ ഏതിൽ കൂടെ? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. അതായത് നമുക്കറിയാം നമ്മുടെ വീട്ടിലൊരു അസറ്റ് ഉണ്ട്, അത് കുറച്ച് നശിച്ചു പോയി കഴിഞ്ഞാൽ അല്ലെ അത് നമുക്കൊന്നും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിനെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് അതിനൊക്കെ എന്തൊക്കെയാണ് കാര്യങ്ങൾ വേണ്ടത് അതൊക്കെ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? മോഡിഫൈ ചെയ്ത് ഉപയോഗിക്കും. ദാറ്റ്സ് എ ട്രാൻസ്ഫോമർ മോഡൽ എന്ന് പറയുന്നത്. ഇനി കമ്മ്യൂണിക്കേഷൻ, ഇൻഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു ഓൾഡൻ ഡേയ്സ്. അതായത് മാനേജേഴ്സ് ഒന്നും ഡയറക്റ്റ് പോയിട്ട് എംപ്ലോയീസിന്റെ പ്രശ്നങ്ങൾ ചോദിച്ചറിയാൻ സോൾവ് ചെയ്യുന്നില്ല. ആ ഒരു ചെയിൻ ഓഫ് കമാൻഡിൽ കൂടി ഇങ്ങനെ പോകുന്നുള്ളൂ. ബട്ട് ഹിയർ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട് നൗ ഡേയ്സ്. ലേബർ മാനേജ്മെന്റ്, കളക്റ്റീവ് ബാർഗൈനിങ് കോൺട്രാക്ട്, ഇൻഡിവിജ്വൽ കോൺട്രാക്ട്. അതായത് ലേബർ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെയായിരുന്നു? കളക്റ്റീവായിട്ട് ബാർഗൈനിങ് ഒരു കോൺട്രാക്ട് ആയിരുന്നു. കുറേ ആളുകളെ ഒന്നിച്ചെടുത്തിട്ട് നമ്മൾ അപ്പോയിൻമെന്റ് ചെയ്യുന്ന അല്ലെ, കോൺട്രാക്ട് ബേസിലൊക്കെ ചെയ്യും. ആ ഒരു ജോബ് കഴിയുമ്പോൾ അവരെ പിടിച്ചുവിടും അല്ലെ. പക്ഷേ നൗ ഡേയ്സ് ഇറ്റ് ഈസ് എ ഇൻഡിവിജ്വൽ കോൺട്രാക്ട്. ഓരോ പേഴ്സണെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഓരോ വ്യക്തികളെയാണ് നമ്മൾ നൗ ഡേയ്സ് അപ്പോയിൻമെന്റ് ചെയ്യുന്നത്. ഇനീഷ്യേറ്റീവ്, പീസ് മീൽ, ഇന്റഗ്രേറ്റഡ്. അതായത് ഇനീഷ്യേറ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നൗ ഡേയ്സ് ഒരു ഇൻറ്റഗ്രേറ്റഡ് ഒന്നിച്ച് ഇവിടെ എന്ന് പറയുന്നത് ഒരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് അങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളൂ. അതായത് പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് അങ്ങനെ കൊണ്ടുപോകുന്നുള്ളൂ. പക്ഷേ ഇൻറ്റഗ്രേറ്റഡ് എല്ലാം ഒന്നിച്ച് പിടിച്ച് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കില്ല? കൊണ്ടുപോകുന്നുണ്ടായിരിക്കില്ല. അതായത് ഓൾഡൻ ഡേയ്സിൽ ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അല്ലെങ്കിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ എന്ത് ചെയ്യും? ഇങ്ങനെ മാനേജ് ചെയ്ത് പോകും. പക്ഷേ അവിടെ ഒരു ഇൻറ്റഗ്രേഷൻ, ഒരു ഒന്നിപ്പിക്കൽ, ഒരു കോർഡിനേഷനൊക്കെ എന്തായിരിക്കും? കുറവ് ആയിരിക്കും. അതാണ് ഇൻറ്റഗ്രേറ്റഡും. ഇവിടെ കോർഡിനേറ്റ് ചെയ്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്തായിരിക്കും. ഇവിടെ അത്രയും ഉണ്ടായിരിക്കില്ല, പീസ് മീൽ ആയിരിക്കും. ദിസ് ആർ നെക്സ്റ്റ് ഫ്രണ്ട്സ് മാനേജ്മെന്റ് ആക്ടിവിറ്റി. പ്രൊസീജിയർ ആണ്, ബിസിനസ് നീഡ്സ്. ഇത് പ്രൊസീജിയർ ആണ്. അതായത് മാനേജ്മെന്റ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ ഓൺ ദി ബേസിസ് ഓഫ് എന്ത് പ്രൊസീജിയർ ആണ് അവിടെ ചെയ്യേണ്ടത് ആ ഒരു കാര്യങ്ങൾ മാത്രമായിരിക്കും ചെയ്യുന്നത് എന്ന് പറയുന്നത്. എവിടെ? മാനേജ്മെന്റ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ഇവിടെ ബിസിനസ് നീഡ്സ് ഓൺ ദി ബേസിസ് ഓഫ് എ നീഡ്സ്. അതായത് ബിസിനസിന്റെ നീഡ്സ് അനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും. അതായത് ബിസിനസ്സിന് നിലനിന്ന് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? എംപ്ലോയീസിന്റെ എഫിഷ്യൻസി ഒക്കെ ഇൻക്രീസ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യും? എംപ്ലോയീസിന്റെ എഫിഷ്യൻസിയും കപ്പാസിറ്റിയും കാലിബറും പ്രൊഡക്ടിവിറ്റി ഒക്കെ കൂട്ടാനുള്ള കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരിക്കും. ദെൻ ഡിസിഷൻ മേക്കിംഗ് സ്ലോ ആയിരിക്കും, ഫാസ്റ്റ് ആണ്. ഇവിടെ സ്ലോ ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് ബിക്കോസ് ദർ ഈസ് നോ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതുകൊണ്ട് സ്ലോ ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ്. അതായത് പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെൻറ്റും ഒന്നും ഉണ്ടാവില്ല. ഇവിടെ തന്നെ പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെൻറ്റും അവർക്ക് വളരെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഉള്ളവ ഫാസ്റ്റ് ഡിസിഷൻ മേക്കിംഗ്.
ജോബ് ഡിസൈൻ, ഡിവിഷൻ ഓഫ് ലേബർ, ഗ്രൂപ്പ് ആൻഡ് ടീംസ്. ഇവിടെ എന്ത് ചെയ്യും, ജോബ് ആർക്കാണോ എന്താണോ ഡിവൈഡ് ചെയ്ത് കൊടുക്കും, അവരാ ജോബ് ചെയ്യാന്നുള്ള. പക്ഷെ നൗഡേയ്സ് എങ്ങനെയാണ്, ഗ്രൂപ്പും ടീമൊക്കെ ആയിട്ട് തിരിച്ചിട്ട് അങ്ങനെയായിരിക്കും നമ്മൾ വർക്ക് കൊടുക്കുന്നത്. അതായത് ഒന്നുകൂടെ എഫിഷ്യൻ്റ് ആയിട്ട് കാലിബർ ആയിട്ട് ഇപ്പോൾ ഒരാൾക്ക് കപ്പാസിറ്റി ഇല്ലെങ്കിലും ഒരു ഗ്രൂപ്പിലാണ് എന്ത് ചെയ്യുക, അയാളെ കൂടെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ടായിരിക്കും. അതാണ് ജോബ് ഡിസൈൻ എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഗ്രൂപ്പ്സ് ഓരോ ടീംസ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ടൈപ്സ് ഓഫ് ഫംഗ്ഷൻ, റുട്ടീൻ ഫംഗ്ഷൻ ആണ് സ്ട്രാറ്റജിക് ഫംഗ്ഷൻ. ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താണോ ഒരാളെ അപ്പോയിൻമെന്റ് ചെയ്യുമ്പോൾ അയാൾക്ക് കൊടുക്കുന്ന ഡ്യൂട്ടി അതെല്ലാ ദിവസവും റുട്ടീനായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും, അതിൽ മോഡിഫിക്കേഷൻ വരുത്തൊന്നുമില്ല. ഇവിടെ സ്ട്രാറ്റജിക് ഫംഗ്ഷൻ ആയിരിക്കും. ഇവിടെ സിറ്റുവേഷൻ അനുസരിച്ച് സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു മൂവ് ആയിരിക്കും. അതായത് ഓരോ സിറ്റുവേഷനും എങ്ങനെ വേണം അതനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ഓരോരുത്തരുടെ ഡ്യൂട്ടിയും അതുപോലെ ഫംഗ്ഷൻസും എന്തൊക്കെ ചേഞ്ച് വരുത്തുന്നുണ്ടായിരിക്കും. അതാണ് സ്ട്രാറ്റജിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ദീസ് ആർ ദി മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആൻഡ് പേഴ്സണൽ മാനേജ്മെന്റ്. അതായത് രണ്ടും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഓൺലി പാർട്ട് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് മാത്രമേ ആവുന്നുള്ളൂ. ഓക്കെ, ബൈ. അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കുക ഇത്.